എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ ജൂൺ മാസം 21 പ്രസിദ്ധീകരിക്കുമെന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ജൂൺ മാസം 20 ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്തേക്കാം. ഇന്ന് പ്രസിദ്ധീകരിച്ചാലും നാളെ പ്രസിദ്ധീകരിച്ചാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷഡ് എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം. ആ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞതിന് കാരണം റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടനെ അറിയാൻ നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോ ഉപകാരപ്രദമാകുന്നതായിരിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂണിവേഴ്സിറ്റി ഫീ ആൻഡ് കോളേജ് ജോയിനിങ്ങിനെയാണ്. യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമില്ലാത്തതായിരിക്കാം. എന്നാൽ പോലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളത് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം പല വിദ്യാർത്ഥികളും ഇടയ്ക്കിടയ്ക്ക് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്, സാർ എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ്, ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയത്, ഞാൻ യൂണിവേഴ്സിറ്റി ഫീ എന്തിനാണ് അടയ്ക്കേണ്ട ആവശ്യം എന്നുള്ളത്. അത് അടയ്ക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. ആ സീറ്റ് കൺഫേം ചെയ്യുന്നതിനും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ നിങ്ങളെ പരിഗണിക്കുന്നതിനുമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫീസ് അടയ്ക്കേണ്ടത്. അത് യൂണിവേഴ്സിറ്റി ഫീ 1200 രൂപയാണ് വരുന്നത്. ജനറൽ കാറ്റഗറിക്ക്, SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്ന് നമ്മൾ പ്രധാനമായും എടുത്തു പറഞ്ഞതിന് കാരണം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിനും ഇപ്പോൾ ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിനും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതിനുമാണ്. അപ്പോൾ ഇപ്പോൾ ലഭിച്ച സീറ്റ് ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യണം? ഇഷ്ടമില്ലാത്തവരും ഫീസ് അടയ്ക്കണം. കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഇഷ്ടമുള്ളതായിരിക്കാം, ഇഷ്ടമില്ലാത്തതായിരിക്കാം. ആ സീറ്റ് അങ്ങ് എന്ത് ചെയ്യും? റദ്ദ് ചെയ്യും. ആ സീറ്റ് ക്യാൻസൽ ചെയ്യും. നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ക്യാൻസൽ ചെയ്യും. അതുമാത്രമല്ല, അടുത്ത അലോട്ട്മെൻറ്റുകളിൽ രണ്ടാം അലോട്ട്മെൻറ്റ്, മൂന്നാം അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കൊരു സീറ്റ് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ, ആ സീറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, ഒന്നാം അലോട്ട്മെൻറ്റിൽ സോറി യു ഹാവ് നോ കറണ്ട് അലോട്ട്മെൻറ്റ്, യു ഹാവ് നോ അലോട്ടഡ് എനി കോളേജസ് എന്നിങ്ങനെ കാണിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യണം? അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട് കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് നടക്കുക. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചാലും നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യണം. ശേഷം രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടാം അലോട്ട്മെൻറ്റിലാണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് നൽകുന്നത്. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് പ്രവേശനത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുന്നത് രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുക. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.